സൈസ് എനിക്കൊരു വിഷയമില്ല. ചേട്ടാ എണ്ണിട്ട് കയറിയില്ല, 3 പേര് മാറി മാറി എണ്ണിയതാണ്. CD മൂസം വേണ്ടി ഇതെല്ലാം വേണ്ടി വേറെ പടമുണ്ടോ? ഉണ്ടോ പറ. കൂലി മണിക്കൂറുകൾ മാത്രം ബന്ധമുള്ള ഈ ബ്ലോഗറിന്റെ ഈ ഒരു വർത്തമാനം നിങ്ങൾ എല്ലാവരും കേൾക്കണം. കേരള പ്രേക്ഷകർ എല്ലാവരും കേൾക്കണം. ഹലോ ഗായ്സ്, സുഹൃത്തുക്കളെ, നമ്മുടെ നായകൻ എത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റ് ഊരില്ലടാ. പട്ടി വിട്ട് കടിപ്പിക്കുന്നേ ഊറാ. സോ ഇതാണ് ആരോമൽ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാന. എൻ്റെ ബ്രൗണിയാണ്. അവൻ ഗേറ്റ് തുറന്നതിൻ്റെ ആക്രാന്തത്തിലാണോ അതോ ആരോമലിനെ കണ്ട ആക്രാന്തത്തിലാണോ എന്നറിയത്തില്ല. പുറത്ത് ചാടി ഇറങ്ങി അതിസാഹസമായി നമ്മൾ അവനെ അകത്താക്കിയിട്ടുണ്ട്. എന്താണ് നീ ഉറക്കി നിൽക്കുന്നത്? ഇങ്ങനെ തോലിത് എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കട്ടിയാൻ പറയുന്നുണ്ട്. ബാക്കി പിന്നെ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് റീലൊക്കെ എടുത്തു. കുറച്ചല്ല, ഒരു റീല് ഒരു 3-4 ടേക്ക് പോയി. 3-4 ടേക്ക് ഓക്കെ. അപ്പം ഒരു റീൽ എടുത്തോളൂ. ഞാൻ പറയട്ടെ, അതിന്റെ ക്ഷീണം തീരാൻ വേണ്ടി നമുക്ക് ഇപ്പോ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പറയണം. ഏത് ഫുഡ്? വിഴിഞ്ഞത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. നമുക്ക് അനന്തനെ വിളിക്കാം. അനന്തൻ. ഐഫോൺ ഉള്ള എല്ലാവരുടെയും ഫോണിൽ നിന്ന് നമുക്ക് ഇത് കേൾക്കാൻ പറ്റും. കയ്യിരിക്കുന്ന സാധനം ഏതാണ്? അനന്തൻ വിളിക്കുന്നത്. അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഒറ്റ ചോദ്യം ഒരു ഒറ്റ ഉത്തരം. വിഴിഞ്ഞത് കഴിക്കാൻ പോവാ. എന്റെ പൈസ നീ ഇടോ, തന്നാ മതി, ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടോളാം, നീ തന്നാ മതി. 30 രൂപ മതി. 3 പൊറോട്ടയ്ക്ക് 30 രൂപയേ ഉള്ളൂ. അഭിരാം ഉണ്ട്. നായകൻ, അതെ നായകൻ. അപ്പോഴേ നീ നേരെ അങ്ങ് വാ. അപ്പോൾ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വിളിച്ചു വരുത്തിയ അഭിരാം. അടുത്ത ആരോമൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് ഫർസാൻ റെസ്റ്റോറൻറ്റിൽ സീ ഫുഡ് കഴിക്കാനാണ് വന്നത്. ഞങ്ങളിവിടെ നമ്മുടെ ഇവിടെ നോക്കിയാൽ വിഴിഞ്ഞം ഹാർബറൊക്കെ കാണാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ സീ ഫുഡ്സ് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കാം. ഞാൻ അങ്ങനെ സീ ഫുഡ് കഴിക്കുന്ന ആളല്ല. ഇപ്പം ആരോമലും അഭിരാമം പറഞ്ഞിട്ടാണ് ഞാൻ സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന ഫിഷ് അവർ ഫ്രൈ ചെയ്ത് തരും എന്നാണ് പറയുന്നത്, ഫ്രഷ് ആയിട്ട്. പകുതി പീസുകളാണ്. പിന്നെ ഇത് പുന്നാര മീനെന്ന് പറയും, ബട്ടർ ഫിഷ്. അമൂർ ഇന്നില്ല. പിന്നെ ഉള്ളത് ചെമ്പല്ലിയാണ്, വേളാപ്പാരിയാണ്. ഇത് ചെമ്പല്ലി ഓരോ ദിവസം വേറെ വെറൈറ്റിയാണ്. എപ്പോഴും എല്ലാം എന്നും ഓരോന്നും വാങ്ങുന്നില്ല. റെഡ് അമൂർ കഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മാറ്റി പിടിച്ചോ. അങ്ങനെ മീനുകളെ കുറിച്ചൊന്നും അറിയത്തില്ല, ഇതിൻ്റെ പേരും ഇതൊന്നും അറിയത്തില്ല. സോ മൊത്തം ആരോമലാണ് നോക്കുന്നത്. അവനാണ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ. അപ്പോൾ അവൻ തന്നെയാണ് ഈ ഹോട്ടൽ റെക്കമെൻഡ് ചെയ്തത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു സീ ഫുഡ് ലവർ അല്ല. സോ സീ ഫുഡ് ടേസ്റ്റിനെ കുറിച്ച് ഞാൻ അവരെക്കുറിച്ച് അവരുടെ അടുത്ത് റിവ്യൂ ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതാണ്. അവരൊരു റിവ്യൂ ചെയ്യും. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന മീൻ എന്താണ്? ചെമ്പല്ലി. എന്താണ് അതെന്താണ് ചെയ്തു തരുന്നത്? ഗ്രില്ല് അല്ലേ? ചെമ്പല്ലി ഗ്രില്ലാണ് കഴിക്കാൻ പോണത്. റെഡ് സ്നാപ്പർ. ഓക്കെ. സോ നമ്മളിപ്പോൾ ഗ്രില്ലാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രില്ല്. സുലൈമാനി, നല്ല ചൂട് സുലൈമാനി.
സോ ഇതാണ് നമ്മുടെ ചെമ്പല്ലി. കാണാൻ ഒരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. ഇതിങ്ങനെ കുറച്ച് പൊറോട്ട എടുക്കുക, ഇങ്ങനെ എടുക്കുക, കുറച്ചെടുത്ത് സവാള, കൊള്ളാം. ഓക്കെ, അടുത്ത് അഭിരാം. അഭിരാം അപ്പമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പവും മീൻ കൊള്ളാം. ഓക്കെ, ഞാനും കൂടെ കഴിച്ചു നോക്കിയാണ്. കുറച്ച് സവാള. ഇതിന്റെ സന്തോഷത്തിൽ അജിത്ത് തന്നെ ഇതിന്റെ ഫുൾ ഞാൻ ബാക്കി കഴിച്ചിട്ട്. അതെ, ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ല സൊള്ളാൻ തുടങ്ങിയിട്ട്. ഇത് കോളേജൊന്നല്ല, ഹോട്ടലാ. എനിക്ക് ഓക്കെ, പൈസ എനിക്കൊരു വിഷയമല്ല. അതെ ചേട്ടാ കൂടുന്നുണ്ട് കേട്ടാ. എണ്ണിട്ട് കാര്യമില്ല, 3 പേര് മാറി മാറി എണ്ണിയതാണ്. അത് ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. ഏതോ പണ്ട് ശരി ചേട്ടാ, ബൈ. താങ്ക് യു. ഫുഡ് കൊള്ളായിരുന്നു ചേട്ടാ, മീൻ നൈസായിരുന്നു. ഓ, ഉറപ്പായിട്ട്. ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് 2 ബ്ലോഗേഴ്സിന്റെ ഇടയ്ക്കാണ്. ഈ വർഷം, അതായത് 2025 ഇപ്പോൾ ഇവർ 2 ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇയാൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസം ആയിരിക്കുകയാണ്. ഇവൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ദിവസം മണിക്കൂർ ആയിരിക്കാം. പക്ഷേ ഇതിലൊരു ടിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ അടുത്ത മാസം ഒരു ബ്ലോഗ് തുടങ്ങും. അതെ, അത് പിന്നെ ഇവന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂവി റിവ്യൂ ചാനലാണ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇഷ്ടംപോലെ റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരു മൂവി ലവറാണ്. അതിന് ബന്ധമില്ലാത്ത ഒരാളാണ്. അവൻ ആകപ്പാടെ കണ്ടിട്ടുള്ള സിനിമ CID മൂസ. എന്ത് ചോദിച്ചാലും അവന് CID മൂസ അല്ലാതെ വേറൊരു സിനിമ അറിയത്തില്ല. എല്ലാ പ്രേക്ഷകർക്ക് ഏറ്റവും എന്റർടൈനിങ്, എല്ലാവരും നല്ല കഥയായിട്ട് പറഞ്ഞ ഏറ്റവും നല്ലൊരു മൂവി എന്ന് പറയുന്നത് CID മൂസയാണ്. CID മൂസ വേണ്ടി വെല്ലാൻ വേണ്ടി വേറെ പടമുണ്ടോ? ഉണ്ടോ പറ. കൂലി ഒന്നുമില്ല. ഓക്കെ, സോറി. ആരുടെ മുമ്പിലും ഓക്കെ. റോഡിൽ ഞൊണ്ടി കളിക്കാൻ വേണ്ടി ഇനി ഒന്നും പറയരുത്. ഞാൻ മാറി, പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? CID മൂസ ഭ്രാന്തനാണ്. സത്യം പറഞ്ഞാൽ CID മൂസയുടെ റീ റിലീസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് കക്ഷി. ഇവന് വേണ്ടിയിട്ടെങ്കിലും ആ മൂവി ഒന്ന് റീ റിലീസ് ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മണിക്കൂറുകൾ മാത്രം ബന്ധമുള്ള ഈ ബ്ലോഗറിന്റെ ഈ ഒരു വർത്തമാനം നിങ്ങൾ എല്ലാവരും കേൾക്കണം. കേരള പ്രേക്ഷകർ എല്ലാവരും കേൾക്കണം. മൂസ, CID മൂസ. ഇവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അഭിരാം പറഞ്ഞു ഇവിടുത്തെ ഐസ്ക്രീം നല്ലതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഐസ്ക്രീം ഏതൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇത് 5 റുപ്പീസാണ് ഗൈസ്. സ്നിക്കേഴ്സ് ഉണ്ട്, ബ്രൗണി ഉണ്ട്, ഓറിയോ ഉണ്ട്. ഒരു ബിസ്കോഫ്. വേറെ ഡിലൈറ്റ് ഒക്കെ പോകണം. ടേസ്റ്റ് പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ട്വിസ്റ്റർ ഉണ്ട്, പിന്നെ സോൾട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ സോൾട്ടഡ് ക്യാരമൽ ഉണ്ട്, പ്യുവർ ക്യാരമൽ ടേസ്റ്റ് ആണ്. ബട്ടർ സ്കോച്ച് ഉണ്ട്. ഓക്കെ, ബീച്ച് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ പെനി ഐസ് ക്യാൻഡി എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് കണ്ടു. അപ്പം അവിടെ നിന്ന് നമ്മൾ ക്രീം ബേസ്ഡ് ഐസ്ക്രീം 3 ട്രൈ ചെയ്തായിരുന്നു. ഒരെണ്ണം ബിസ്കോഫ്, പിന്നെ നീ പറഞ്ഞത് ഏതാ ബട്ടർ സ്കോച്ച് അല്ലേ, പിന്നെ ഒരെണ്ണം സ്നിക്കേഴ്സ്. എനിക്ക് ഈ ബിസ്കോഫ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ചായിരുന്നു. സ്നിക്കേഴ്സ് നമ്മുടെ ഓൾറെഡി ഫെമിലിയർ ഫ്ലേവർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ബട്ടർ സ്കോച്ച് ഈസ് ഓക്കെ, ബട്ട് ബെറ്റർ ആയിട്ടൊരു വെറൈറ്റി ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ബിസ്കോഫ് എന്ന് പറയുന്നത് ട്രൈ ചെയ്യാം. അറൗണ്ട് 35 സംതിങ് ആണ്. 35 റുപ്പീസ്. ഓക്കെ, ഊക്കരുത്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം സീ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്തു, ഐസ്ക്രീം പിനി ഐസ്ക്രീം എക്സ്പീരിയൻസ് ചെയ്തു, പിന്നെ ഇവിടെ മഴ എക്സ്പീരിയൻസ് ചെയ്തു. സോ ചെറുതായിട്ടൊന്ന് മഴ തോർന്നതും ഞങ്ങൾ എല്ലാവരും കൂടെ പോവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ, സൈനിങ് ഓഫ്, ബൈ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.